കടാലിങ്ങനെ തടുത്തു പിടിച്ച പോലെ അവിടെ തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നാ? മരക്കാത്തിമാര് നെറിയും മുറയുമായിട്ട് കടാപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. കേൾക്കണോ? എല്ലാവർക്കും നല്ലത്. പെമ്പിള്ളേര് ഈ പ്രായത്തിൽ വെറുതെ നിൽക്കാൻ പാടില്ല മകളെ. അപ്പോഴേ എനിക്ക് മനസ്സിലായി അത് നിങ്ങൾക്കായിരിക്കും. അമ്മായിന്റെ മോനാണ്, ഞാൻ കുറ്റം പറയല്ല. നിങ്ങളിപ്പോ കളരിപ്പറ്റിറങ്ങ. ഇവരെ സ്ഥലത്തിന് നിങ്ങൾ പറഞ്ഞതിലും വലിയ വിലക്ക് ഞാനൊരു പാർട്ടിയെ കൊണ്ടേ കൊടുത്തതാ. ആ പാർട്ടിയോട് അവിടുത്തെ വെള്ളം ശരിയല്ല, ആ വഴി ശരിയല്ല, ചാത്തലേറുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മടക്കി. ഇത് ഉച്ചസ്ഥായിൽ ആലപിക്കേണ്ട കീർത്തനമാണ് മജീദ് ഭായി. കേക്കണ്ട എനിക്ക് എന്റെ കുഞ്ഞു പുരാണം. വേഗം ഇവിടെ പോയി. സൈനബ, ഇത്തിരി ഒച്ച കുറച്ചുകൂടെ. ഇതെവിടെ പോയി പടച്ചോനെ? മനുഷ്യന് കണ്ണും കാതും കേൾപ്പിക്കില്ലെന്ന് വെച്ചാ കുന്തം എന്ത്? ചെറുപ്പായിരുന്നു. എന്റെ ജാതിക്കാര്യത്തിൽ ഭാസ്കർ ഇടപെടണ്ട. നിങ്ങൾ എന്തു വർത്താനാ ഈ പറയണ? പൈസ ഓന് എത്തിച്ചില്ലേ? മിസരി പൊന്നണിഞ്ഞ പെണ്ണേ ഹാജിറാ ഹാജിറാ. പെമ്പിള്ളേര് പ്രായത്തിൽ വെറുതെ നിൽക്കാൻ പാടില്ല മകളെ. മരക്കാത്തിമാർക്ക് അങ്ങനെ തോന്നിയാല് വേണ്ടാത്തതൊക്കെ തോന്നും. അയ്യയ്യേ നാണക്കേട്. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? കുഞ്ഞു പലതും പറയും, കേക്കണ്ട എനിക്ക് എന്റെ കുഞ്ഞു പുരാണം. ആരാ ദൂരെ താമസിക്കാന്നും പറഞ്ഞിട്ട് നിങ്ങൾ വരെ പറ്റിച്ചില്ലേ? 1100 ഉറുപ്പ്യായിട്ട് ഞാൻ ഇനി ഇറങ്ങും. അനക്ക് അത്രയ്ക്കേ മനസ്സിലാവും. ലാഭനഷ്ടല്ല കാര്യം. ചെലക്കാനല്ലാതെ ബുദ്ധിയൊന്നുമില്ലല്ലോ. വെച്ചോടുത്ത് കാണുന്നില്ലല്ലോ. മനുഷ്യന് കണ്ണും കാതും കേൾപ്പിക്കില്ലെന്ന് വെച്ചാ നാശം പിടിച്ചൊരു ചണ്ടിയും വെട്ടിപ്പിടിക്കടാ, വെട്ടിപ്പിടിക്കും. അങ്ങനെ ഞാൻ ചെയ്യുന്നോണ്ടാണ് നീ മദ്ദളത്തിന്റെ മുകളിൽ കയറിയിരുന്ന് കയ്യും കാലിട്ട് അടിക്കുന്നതും സിന്ധി പശുവിന്റെ പോലെ കൊഴുത്ത് തടിച്ചിരിക്കുന്നതും. വാക്കിനൊരു വിലയുണ്ടാക്കില്ലടാ നിങ്ങള്. അതാണ് നീ ഇവര് വലിയ വയലാരല്ലോ. ലാഭനഷ്ടല്ല കാര്യം. പുൽക്കൊടി കാണാനുണരുണരൂ കതിരവനെ, പുൽക്കൊടി കാണാനുണരുണരൂ കതിരവനെ. മരക്കാത്തിമാര് നെറിയും മുറയുമായിട്ട് കടാപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. നീ അവിടെ എന്നാടുകയായിരുന്നു? അതാണ് ഞാൻ വിളിച്ചത്.